ഉത്തര കന്നഡയിലെ ശിരൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്ന് 9ാം ദിവസം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കാത്തിരിപ്പിന് ഉടൻ വിരാമമാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് ദിവസം മുഴുവൻ സൈന്യവും നാവികസേനയും ശക്തമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നത്തെ തിരച്ചിലിൽ പുതിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയതിനാൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു നാട് കംപ്ലീറ്റ് ആയിട്ട് കാത്തിരിക്കുന്നത്. മലയാളിയായ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ ശിരൂരിൽ എത്തുന്ന തിരച്ചിൽ സംഘത്തെ നയിക്കുന്നു. ഈ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വാഹനത്തിൻ്റെ സ്ഥാനം നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വാഹനത്തിനായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള 5 സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഇന്ദ്രബാലനും സംഘവും മണ്ണിലും വെള്ളത്തിലും 20 മീറ്റർ വരെ ആഴത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് സജ്ജീകരിക്കുന്നത്. ഈ ഉപകരണത്തിൽ നിന്നുള്ള സിഗ്നലിനെ തടയാൻ ചെളിക്കോ പാറയ്ക്കോ കഴിയില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംയുക്ത തിരച്ചിൽ ഓപ്പറേഷനിൽ കര നാവികസേനകൾ ഉൾപ്പെടുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ സംഘം ബംഗളൂരുവിലെത്തിയിരുന്നു. ആഴത്തിൽ കുഴിയെടുക്കാൻ ശേഷിയുള്ള ബൂം എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത് തന്നെ. വെള്ളത്തിനടിയിലെ ചെളികൾ ഫലപ്രദമായി നീക്കാൻ ഈ ഉപകരണം സഹായിക്കുന്നുവെന്നാണ് വിശ്വാസം. ചെളിയിൽ പൊതിഞ്ഞ വസ്തുക്കളെ കണ്ടെത്താൻ DIBODS സംവിധാനവും ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ മെഷീൻ്റെ ബാറ്ററികൾ കൊണ്ടുവരുന്നതിനുള്ള പ്രയാസം മാത്രമായിരുന്നു ഇതിനോടൊപ്പം ഉണ്ടായിരുന്നത്. വിമാനമാർഗം ബാറ്ററി കൊണ്ടുവരാൻ അനുമതി ഇല്ലാത്തതിനാൽ ട്രെയിൻ മാർഗമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ ഭാഗമായ ഡ്രോൺ സംവിധാനങ്ങളുടെ ഉപയോഗവും ശിരൂരിലെ അപകട സ്ഥലത്തിൻ്റെ ഭാഗങ്ങളിൽ ലോറിക്കായുള്ള തിരച്ചിൽ വേഗത്തിലാക്കാൻ സാധിക്കും. പ്രതികൂല കാലാവസ്ഥയാണ് തിരച്ചിൽ ശ്രമങ്ങൾക്ക് എപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത്. മഴയും ശക്തമായ അടിയൊഴുക്കും കാരണം ഗംഗാവലി നദിയിൽ മുങ്ങാൻ നേവിയുടെ സ്കൂബ ടീമിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പകരം ബോട്ടിൽ ഘടിപ്പിച്ച റഡാറാണ് നദിയിൽ പരിശോധന നടത്താൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ബുധനാഴ്ച നടത്തിയ തിരച്ചിലിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറി നദിയിൽ നിന്നും 15 മീറ്റർ ആഴത്തിലും തീരത്ത് നിന്ന് 20 മീറ്റർ അകലെയുമായാണ് കണ്ടെത്തിയത്. ഡീപ്പ് സെർച്ച് ഡിറ്റക്ടർ പോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോറി നദിയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൗഡ സ്ഥിരീകരിച്ചിരുന്നു. ബൂം എക്സലേറ്റർ ഉപയോഗിച്ച് ലോറി കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 ദിവസമായാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കരസേന, നേവി, NDRF, ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർ റെസ്ക്യൂ സർവീസ് എന്നിവരും ദൗത്യത്തിലുണ്ടായിരുന്നു. ജൂലൈ 16 പുലർച്ചെ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ കർണാടക ഗോവ അതിർത്തിക്ക് സമീപം പൻവേൽ കന്യാകുമാരി ദേശീയപാതയിൽ ദുരന്തം ഉണ്ടായപ്പോൾ വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കുകയായിരുന്നു. ഏകദേശം 10 മീറ്ററിലോളം ഉയരത്തിലാണ് ഇവിടെ മണ്ണ് മൂടിയത്. കനത്ത മഴയുൾപ്പെടെ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ.